നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ചാമ്പ്യന്മാരായ യൂറോപ്യൻ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ഇതാ ലോക ചാമ്പ്യന്മാരാവാൻ ഒരുങ്ങുന്നു. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ അവർ ജാപ്പാനീസ് ക്ലബ്ബായ ഉറാവ റെഡ്സിനെ 3-0 പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. ഫൈനൽ മത്സരത്തിൽ അവരുടെ എതിരാളികൾ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലൂമിനൻസ് ആണ്. ഇന്നലെ ജിദ്ദയിൽ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ സിറ്റി ഉറാവ റെഡ്സിനെ പരാജയപ്പെടുത്തിയത്. രണ്ടാം സെമി ഫൈനൽ മത്സരമായിരുന്നു അത്. കളിയുടെ ആദ്യ പകുതിയുടെ അവസാനത്തിൽ ഹോയ്ബ്രാറ്റൻ എന്ന ജാപ്പാനീസ് താരത്തിൻ്റെ ഓൺ ഗോളോടെയാണ് സിറ്റി സ്കോറിംഗ് തുടങ്ങുന്നത്. രണ്ടാം പകുതിയിൽ പിന്നീട് കൊവാസിച്ച് 52-ാമത്തെ മിനിറ്റിലും ബെർണാഡോ സിൽവ 59-ാമത്തെ മിനിറ്റിലും ഗോളടിച്ചപ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ തകർപ്പൻ ജയം തന്നെ സെമി ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കി. ഇനി ഫൈനൽ മത്സരത്തിൽ സിറ്റിയുടെ എതിരാളികൾ ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലൂമിനൻസ് ആണ്. അതെ, ബ്രസീൽ ടീമിന്റെ കോച്ചായ ഫെർണാണ്ടോ ഡിനിസ് പരിശീലിപ്പിക്കുന്ന അതേ ഫ്ലൂമിനൻസ്. ഫൈനൽ മത്സരം ഡിസംബർ 22 രാത്രി ഇന്ത്യൻ സമയം 11:30 ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ തന്നെയാണ്. അതേസമയം 3-ാം സ്ഥാനത്തിനുള്ള മത്സരത്തിൽ ഉറാവ റെഡ്സും അൽ അഹ്ലിയും തമ്മിൽ ഏറ്റുമുട്ടുന്നതും ഡിസംബർ 22 രാത്രി 8 മണിക്കാണ് ആ മത്സരം നടക്കുന്നത്. ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലൂമിനൻസ് 2-0 സെമിയിൽ ഈജിപ്ഷ്യൻ ക്ലബ്ബായ അൽ അഹ്ലിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫൈനലിലേക്ക് കടന്നത്. എന്തായാലും ബ്രസീലിയൻ ക്ലബ്ബും ഇംഗ്ലീഷ് ക്ലബ്ബും തമ്മിലുള്ള പോരാട്ടം, പെപ് ഗാർഡിയോളയും ഫെർണാണ്ടോ ഡിനിസും തമ്മിലുള്ള പോരാട്ടം, 2 വ്യത്യസ്ത ശൈലികൾ തമ്മിലുള്ള 2 വ്യത്യസ്ത ഫുട്ബോൾ സംസ്കാരങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഫൈനൽ മത്സരം. ഒരു തീവാറുന്ന മത്സരം തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.